ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങളോട് മനഃപൂർവ്വമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെ എങ്ങനെയാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ മനഃപൂർവ്വം അവർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുകയും നിങ്ങളെ ചേസ് ചെയ്ത് നിങ്ങളുടെ പുറകെ വരികയും ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യാൻ കഴിയുന്ന 3 കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്ന്, നിങ്ങൾ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂൾ ഗ്യാപ്പ് നിങ്ങൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. അതായത് നിങ്ങൾ വളരെ പെട്ടെന്ന് ക്വിക്ക്ലി അല്ലെങ്കിൽ വളരെ സൂണായിട്ട് അവൈലബിൾ ആകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് വരുത്തുക. അതായത് എപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ എപ്പോൾ മീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ എപ്പോൾ കോൾ ചെയ്ത് കഴിഞ്ഞാലും അപ്പോൾ എല്ലാം നിങ്ങൾ ഫ്രീ ആണ്. ലൈക്ക് നിങ്ങൾ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിനും പ്രയോറിറ്റി നൽകാതെ അവർക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിന് ഒന്ന് ചേഞ്ച് വരുത്തുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളെ ഒരു നിസ്സാരമായിട്ട് കാണാനുള്ള ഒരു ടെൻഡൻസി അവിടെ കൂടും എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ എപ്പോഴും ഫ്രീ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറൊരു കാര്യം ചെയ്യാനില്ല, അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ എന്താവശ്യപ്പെട്ട് കഴിഞ്ഞാലും അവരതിന് റെഡിയാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പതിയെ പതിയെ അവരിൽ ഉണ്ടാകാൻ തുടങ്ങും. ഇത് നിങ്ങളെ വാല്യൂ കുറഞ്ഞു കാണാനും അല്ലെങ്കിൽ നിങ്ങളോട് മനഃപൂർവ്വമായിട്ട് ഇത്തരത്തിലുള്ളൊരു ഗ്യാപ്പ് ഇട്ടേക്കാം അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവരിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. സോ മനഃപൂർവ്വമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളൊരു ഡിസ്റ്റൻസ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് ഡീൽ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ട്രിക്ക് എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് പെട്ടെന്ന് അവൈലബിൾ ആകുന്ന രീതിയിലാണ് ഇതുവരെ ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുക. ഇനി രണ്ടാമത്തെ പോയിന്റിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ടിന് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പേഴ്സണൽ ഗൈഡൻസ് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ, വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് ദ ഇമോഷണൽ സ്വിച്ച്. അതായത് നിങ്ങളോട് ഒരു ഇമോഷണൽ ഗ്യാപ്പ് അവർ വെച്ചിട്ടുണ്ട്, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ സെയിം കാര്യം നിങ്ങളും ഫോളോ ചെയ്യുക, നിങ്ങളും മിറർ ചെയ്യുക. അവരുടെ ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങളും മാച്ച് ചെയ്യുക. സോ നിങ്ങളുടെ ഭാഗത്തുനിന്നും ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്ന സമയത്ത് അവരെന്താണ് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി വളരെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബിക്കോസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അതേ കാര്യം നിങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ അവരെങ്ങനെയാണോ നിങ്ങളോട് ഇമോഷണലി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്, ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങളും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളും മിറർ ചെയ്യുക. സോ അവർ മെസ്സേജ് അയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് തീരെ സംസാരിക്കാതിരിക്കണം, അങ്ങനെയൊന്നുമല്ല. ഷോർട്ടായിട്ട്, വളരെ വാമായിട്ട്, വളരെ കൂളായിട്ട് നിങ്ങൾ റിപ്ലൈ കൊടുക്കുക. അതല്ലാതെ കംപ്ലൈൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് വിളിക്കാത്തത്, എന്താണ് മെസ്സേജ് അയക്കാത്തത്, അല്ലെങ്കിൽ എന്താണ് ഒരു അപ്ഡേറ്റും തരാത്തത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് പരാതി പറയുന്ന രീതിയിലൊന്നും സംസാരിക്കാതെ ഇറ്റ്സ് ഓക്കെ എന്ന ആറ്റിറ്റ്യൂഡ് തന്നെ അവരുടെ സെയിം എനർജി നിങ്ങൾ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ഇമോഷണൽ വിഡ്രോവൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു അവൈലബിലിറ്റി കുറയുന്ന സമയത്ത് അവരെന്താണ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു എനർജി അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആക്ച്വലി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഞാൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മനസ്സിലായോ അല്ലെങ്കിൽ അത് എന്തിനാണെന്ന് മനസ്സിലായോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കൂടി അവരിൽ ഉണ്ടാകും. നിങ്ങളെ ഓട്ടോമാറ്റിക്കലി അവരുടെ ഭാഗത്തുനിന്നും അവർ ചേസ് ചെയ്യാൻ തുടങ്ങും. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു അൺനോൺ ഫാക്ടർ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. ഇതിനായി ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് 1 or 2 ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം ആഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. സോ ഇവിടെ നിങ്ങൾക്ക് വളരെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് ആ കാര്യത്തിൽ എൻഗേജ്ഡ് ആകാൻ സാധിക്കും. ഇങ്ങനെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് ജെന്യൂൻലി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഒരു ടൈം അവിടെ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആവണം. സ്വാഭാവികമായും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ചേസ് ചെയ്യാതെ അല്ലെങ്കിൽ ഓവർ തിങ്ക്ഡ് ആവാതെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സേവ് ചെയ്യാം. മാത്രമല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലേക്ക് ഒരു ഹെൽത്തി വേയിലുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. മാത്രമല്ല, നിങ്ങൾ അത്ര ഈസിലി പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലാതെ
മാറുകയും ചെയ്യും. അതായത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ഫ്രീ ആണ്, അല്ലെങ്കിൽ എപ്പോഴും അവൈലബിൾ ആണ്, അങ്ങനെയുള്ള ഒരു തോട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ പതിയെ പതിയെ മാറാൻ തുടങ്ങുന്നുള്ളതാണ്. നിങ്ങൾ അത്ര പ്രെഡിക്റ്റബിൾ അല്ല, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഇപ്പൊ ബിസിയാണ്, ഇങ്ങനെയുള്ള ഒരു തോന്നല് അവരിൽ ഉണ്ടാകാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മനഃപൂർവ്വം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർ സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങും. മാത്രമല്ല നിങ്ങളെ വളരെ കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും, നിങ്ങളെ ചീസ് ചെയ്യാനും തുടങ്ങും എന്നുള്ളതാണ്. സോ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളോട് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചേക്കാം. നിങ്ങളുടെ അനുഭവത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്